ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ വീട്ടിൽ ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അരി നോക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റാണ് എടുത്തത്. ഇത് 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ അരിയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് 20 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ അരിപ്പയിലേക്കിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കുമ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്നതിനേക്കാളും ഓപ്പൺ പാൻ കുക്കിംഗ് ആണ് നല്ലത്. അരി വേവിക്കാനായിട്ട് 5 കപ്പ് വെള്ളം എടുക്കാം. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ചേർക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് പെട്ടെന്ന് തന്നെ വേവും. അരി ഊറ്റാനുള്ള അരിപ്പ അടുത്ത് തന്നെ എടുത്തു വെച്ചോ. ചോറ് പാകത്തിനുള്ള ഒരു വേവാകാനേ പാടുള്ളൂ. ഒട്ടും ഓവർ കുക്ക് ആകരുത്. ഏകദേശം ഒരു 90% വേവായി എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റണം. 6 മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. കുറച്ച് സെക്കൻഡ് ആവുമ്പോൾ തന്നെ അടിയിലുള്ള റൈസ് പതുക്കെ മുകളിലേക്ക് ഇളക്കിയിടണം. അല്ലെങ്കിൽ ചൂട് കൊണ്ട് അടിയിലെ റൈസ് കൂടുതൽ വെന്തു പോകും. വെള്ളം കളയാനായിട്ട് ഒരു 2-3 മിനിറ്റ് അരിപ്പയിൽ വെച്ചാൽ മതി. എന്നിട്ട് ചൂട് തണിയാനായിട്ട് വലിയ തളികയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ നിരത്തി വയ്ക്കണം. ഞാൻ ഈ ചോറ് കുറച്ച് സമയം ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വയ്ക്കും. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് എടുക്കാറ്. ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ചൂടുള്ള ചോറ് എടുത്തിട്ട് ചെയ്യരുത്, ആകെ കുഴഞ്ഞു പോകും. നമ്മൾ ഈ ചോറ് തലേദിവസം രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറൊന്നും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുമ്പോ ഒക്കെ ചോറ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇതിലേക്ക് 3 മുട്ട എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് ചിക്കി ഇളക്കി എടുക്കണം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കാനാണ്. ഇത് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ചെടുക്കണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്തോ. ഇങ്ങനെ റെഡി ആയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ച ചുവ മാറണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ വൈറ്റും ചേർക്കാം. സ്പ്രിംഗ് ഓനിയൻ്റെ താഴെയുള്ള വെള്ള ഭാഗമാണ് കട്ട് ചെയ്തത്. ഗ്രീൻ ഭാഗം നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ളതാണ്. ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കാം. 1/4 കപ്പ് ബീൻസ് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് capsicum അരിഞ്ഞത്, 1/4 കപ്പ് cabbage അരിഞ്ഞത്, 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് അധികം വെന്തു പോകരുത്. റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ടേസ്റ്റാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ എണ്ണയിൽ വഴറ്റിയെടുക്കാം. നമുക്ക് സോയാ സോസ് ഒന്നുകിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ റൈസിൽ ചേർക്കാം. വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്ക് ആവും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് റൈസിൻ്റെ കൂടെ ചേർത്താൽ മതി. കാണാനും ടേസ്റ്റ് വൈസും കുറച്ചുകൂടെ നല്ലത് അതാണ്. വെജൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. 3-4 നുള്ളു ഉപ്പ് വെതറി ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി, കാരണം സോയാ സോസിലും കുറച്ച് ഉപ്പുണ്ടാകും. 2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കണം. ചോറ് കുഴഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ പാത്രം കയ്യിലെടുത്ത് ഇളക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കി ചോറ് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആയ ശേഷം സ്പ്രിംഗ് ഓനിയൻ ഗ്രീൻ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
ഇത് ഏറ്റവും അവസാനമേ ചേർക്കാൻ പാടുള്ളൂ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെതറിയിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിനുള്ളതുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ ചേർത്തിട്ട് കൂടുതൽ കുക്ക് ചെയ്യരുത്. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്